ഡിയേഴ്സ് ടു കൊമേഴ്സ് ഫാമിലി, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം എക്സാം, ഓണം എക്സാം കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സെക്കൻഡ് ടേം ക്രിസ്മസ് എക്സാം ഇങ്ങനെ എത്തി അല്ലെ. ഒക്ടോബർ അവസാനമായി. ഇനി നമുക്ക് നവംബർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്കൻഡ് ടേം എക്സാം ആണ്. അപ്പൊ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഫസ്റ്റ് ടേമിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടേം ആണ് സെക്കൻഡ് ടേം എന്ന് പറയുന്നത്. നിങ്ങൾ പഠിക്കാനൊക്കെ തുടങ്ങിയോ? അപ്പൊ പഠിക്കുന്ന കാര്യം പറയുമ്പോൾ എക്സാമിന് പഠിക്കുന്നത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ് അല്ലെ. ചില ആൾക്കാർ ഓരോ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ടൈം ടേബിൾ ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് പഠിക്കുന്നവരുണ്ട്. ചില ആൾക്കാർ എക്സാമിന്റെ തലേ ദിവസങ്ങളിൽ പഠിച്ചാൽ മാത്രം തലയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെ. അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെന്റ് സ്റ്റൈലാണ് പഠിക്കുന്ന കാര്യത്തിലുള്ളത്. പക്ഷെ നമ്മൾ എല്ലാവരും എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന രീതി എന്താണ്? എക്സാമിന് തലേ ദിവസങ്ങളിൽ പഠിക്കാതെ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിന് പ്രോപ്പർ ആയിട്ടുള്ള ടൈം ടേബിൾ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ എക്സാമിന് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹറിബറി, ആ ടെൻഷൻ ഒക്കെ കുറയ്ക്കാൻ പറ്റും അല്ലെ. അവസാനം എന്ത് ചെയ്താൽ മതി? റിവൈസ് ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. സെറ്റായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഓരോരുത്തരും പഠിക്കുന്ന സ്റ്റൈൽ ഡിഫറെന്റ് ആണ്. അപ്പം എക്സാം ആവുന്ന സമയത്ത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഫർ ചെയ്ത് പഠിക്കുന്നവരുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ റെഫർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പം ബിസിനസ് സ്റ്റഡീസിന്റെ കേസൊക്കെ പറയുമ്പോൾ എക്സാമിന്റെ അവസാന ദിവസങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ മാറ്റി വെക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി ഈസി സബ്ജക്റ്റ് ആണ്. എന്നിരുന്നാലും നമ്മുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ റെഫർ ചെയ്ത് നോക്കുന്ന സമയത്ത് എക്സാം പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഇപ്പൊ ബിസിനസ് സ്റ്റഡീസിന്റെ ഒരു കാര്യം പറയുന്ന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റഡീസിൽ കമ്പാരിസൺ ടേബിളിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. എപ്പോഴും ഒരു കമ്പാരിസൺ ടേബിൾ ഇല്ലാത്ത ബിസിനസ് സ്റ്റഡീസ് ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ 2 മാർക്ക് മുതൽ ഒരു 5 മാർക്ക് വരെ കമ്പാരിസൺ ടേബിൾ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിങ്ങിൽ നിന്ന് നമുക്ക് ഒരുപാട് കമ്പാരിസൺസ് പഠിക്കാനുണ്ട്. ഇപ്പോൾ ഇന്റർചേഞ്ചബിളി നമ്മൾ യൂസ് ചെയ്യുന്ന 2 ടേംസ് അല്ലെങ്കിൽ ഒരുപോലെ ഇരിക്കുന്ന 2 ടേംസ് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കമ്പാരിസൺ നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് കമ്പാരിസൺ ടേബിൾ. സ്റ്റാഫിംഗിൽ നിന്ന് ഒരുപാട് കമ്പാരിസൺ വരാറുണ്ട്. റിക്രൂട്ട്മെന്റും സെലക്ഷനും തമ്മിലുള്ള ഡിഫറൻസസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രൊമോഷനും ട്രാൻസ്ഫറും തമ്മിലുള്ള ഡിഫറൻസസ് ചോദിക്കാറുണ്ട്. അതുപോലെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു കമ്പാരിസൺ ടേബിൾ ആണ് ഇന്റേണൽ സോഴ്സസ് വേഴ്സസ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റിക്രൂട്ട്മെന്റിന് എക്സാമിന് നമ്മുടെ സ്റ്റാഫിംഗ് എന്ന ചാപ്റ്ററിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. റിക്രൂട്ട്മെന്റിന് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റും എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റും തമ്മിലുള്ള ഡിഫറൻസസ്. 2 മാർക്ക് മുതൽ 4 മാർക്ക് വരെ അല്ലെങ്കിൽ ഒരു 5 മാർക്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആ കമ്പാരിസൺ ഒന്ന് പഠിക്കാം അല്ലെ. യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് രണ്ടും എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ അതിൽ തന്നെ നമുക്ക് അതിന്റെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ അതും എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കമ്പാരിസൺ ചോദിച്ചു കഴിഞ്ഞാലും എഴുതാൻ പറ്റും അല്ലെ. ഫസ്റ്റ് വൺ, എന്താണ് ഇന്റേണൽ സോഴ്സസ്? ദീസ് ഇൻവോൾവ്സ് സെർച്ച് ഫോർ കാൻഡിഡേറ്റ്സ് ഫ്രം വിത്തിൻ ദി ഓർഗനൈസേഷൻ ആൻഡ് ഇസ് എ ക്യൂ പ്രോസസ് അല്ലെ. ബിസിനസ് ഓർഗനൈസേഷന്റെ ഉള്ളിൽ നടക്കുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. അതായത് ബിസിനസ് ഓർഗനൈസേഷനിൽ കറന്റ് വർക്ക് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ വെച്ചിട്ടാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് നടക്കുന്നത്. ഇത് വളരെ ക്വിക്ക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഇനി എക്സ്റ്റേണൽ സോഴ്സസിലേക്ക് വരുന്ന സമയത്തോ, ദിസ് ഇൻവോൾവ്സ് റിക്രൂട്ടിംഗ് കാൻഡിഡേറ്റ് ഫ്രം ഔട്ട്സൈഡ് ആൻഡ് ഈസ് എ ലെങ്തി പ്രോസസ്. ബിസിനസ് ഓർഗനൈസേഷന് പുറത്തുള്ള ആൾക്കാരെ വെച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് നടത്തുന്നത്. ഇത് വലിയൊരു ലെങ്തി പ്രോസസ് ആണെന്ന് കാണാനായിട്ട് സാധിക്കും അല്ലെ. യെസ്, ഇനി ഇന്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് വളരെ ലെസ് എക്സ്പെൻസീവ് ആണ്. കാരണം ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ നടക്കുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പൈസ കുറച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. എന്നാൽ ഇവിടെ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള, വളരെ പൈസ ആവശ്യമായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ഇനി existing staff is motivated and encouraged to improve their performance. ഈ ഒരു കാര്യത്തിൽ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിൽ നമ്മൾ എംപ്ലോയീസിന് അവരുടെ പെർഫോമൻസിനനുസരിച്ച് പ്രൊമോഷൻ കൊടുക്കും, അതുപോലെ തന്നെ ട്രാൻസ്ഫർ കൊടുക്കും. അപ്പൊ അവർക്കൊരു മോട്ടിവേഷൻ ആണ് അല്ലെ. നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കൂടിയാണ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ പൊസിഷനിൽ നിന്ന് ഹയർ പൊസിഷനിലേക്ക് എനിക്ക് ഷിഫ്റ്റ് കിട്ടും അല്ലെ. ഇപ്പം അതുപോലെ തന്നെ പല ആൾക്കാരും ഇഷ്ടപ്പെടുന്ന സ്ഥലത്തായിരിക്കില്ല ജോലി ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നന്നായിട്ട് വർക്ക് ചെയ്താൽ എനിക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ അവിടേക്ക് ട്രാൻസ്ഫർ ആവാം.
എന്നുള്ള ആ ഒരു മോട്ടിവേഷൻ കിട്ടി അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ആക്കാൻ ചാൻസ് ഉണ്ട്. എക്സ്റ്റേണൽ സോഴ്സിലേക്ക് വരുന്ന സമയത്തോ പുറത്ത് നിന്ന് ആൾക്കാരെ എടുക്കുകയാണ് അല്ലെ, എന്റെ പൊസിഷനിലേക്ക് വേറെ പുറത്തുനിന്ന് ആൾക്കാർ വരാം എന്നുള്ളത് എക്സിസ്റ്റിംഗ് സ്റ്റാഫിന് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് അല്ലെ. ഇനി അതുപോലെ തന്നെ ചോയ്സ് ഓഫ് കാൻഡിഡേറ്റ്സ് ഈസ് ലിമിറ്റഡ് ആൻഡ് ദ സ്കോപ്പ് ഓഫ് ഫ്രഷ് ടാലന്റ് ഈസ് റേദർ ഇൻക്രീസ്ഡ്. നമുക്കറിയാം ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് സ്റ്റാഫിനെ മാത്രം വെച്ചിട്ട് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ് ആണ്. അപ്പൊ അവിടെ എന്താണ്, അവർക്ക് പുതിയ പുതിയ ഫ്രഷ് ടാലന്റ്, ഫ്രഷ് എനർജി ഒന്നും കിട്ടുന്നില്ല. എംപ്ലോയീസിന്റെ കഴിവുകൾ എന്താണോ അത് മാത്രമാണ് അവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. പുറത്തുള്ള ഫ്രഷ് എനർജി, പുറത്ത് നമുക്ക് ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ, അവരുടെയൊക്കെ ആ ഒരു എനർജി, അവരുടെ കഴിവുകൾ ഉപയോഗിക്കാൻ ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ നടക്കില്ല. ഇനി എക്സ്റ്റേണൽ സോഴ്സ് ആകുമ്പോഴോ നമ്മൾ പുറത്തുനിന്നാണ് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ന്യൂ ബ്ലഡ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ന്യൂ ടാലന്റ് ഉള്ള, ന്യൂ എനർജി ഉള്ള ആൾക്കാരെ, ന്യൂ ഐഡിയാസ് ഒക്കെ നമുക്ക് ഓർഗനൈസേഷനിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇന്റേണൽ സോഴ്സസിന്റെ എക്സാമ്പിൾ നമുക്ക് എഴുതി വെക്കാം. പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. ഇവിടെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, കാഷ്വൽ കോളേഴ്സ്, അഡ്വർടൈസ്മെന്റ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, ലേബർ കോൺട്രാക്ടേഴ്സ്, റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് നെറ്റ് പബ്ലിഷിംഗ് ഒക്കെ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിനുള്ള എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കമ്പാരിസൺ ടേബിൾ വളരെ ചോദിക്കുന്ന മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ മോസ്റ്റ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പൊ നോക്കി വെക്കുക, പഠിച്ചു വെക്കുക. ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.